മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സൺഡേ സ്കൂൾ പഠനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കായിട്ട് യൂണിറ്റ് 1 പാഠം 8 യേശു സാത്താനെ ജയിക്കുന്നു എന്നുള്ള ചാപ്റ്ററാണ് പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പാഠത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ യേശു തമ്പുരാൻ സാത്താനെ ജയിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ ഇന്നത്തെ ഈ പാഠഭാഗം എന്ന് പറയുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു പാഠഭാഗം നൽകുന്ന ഒരു മുഖ്യ സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഈ പാഠഭാഗം പഠിക്കുവാനായിട്ട്. അതായത്, നമ്മൾ ഏതൊരു പ്രവർത്തനവും ആരംഭിക്കുന്നതിന് മുമ്പ് ഒരുക്കവും പ്രാർത്ഥനയും ആവശ്യമാണ്, അല്ലേ? കാരണം ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലെ എക്സാമിന് പോവുകയാണെങ്കിലും വേറെന്തൊരു നല്ല കാര്യത്തിന് പോവുകയാണെങ്കിലും നമ്മൾ എന്താണ് ഒരുക്കവും പ്രാർത്ഥനയും നടത്തിയിട്ടാണ് പോവാറുള്ളത്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ നമുക്ക് എന്താവശ്യമാണ്? ഉപവാസവും ധ്യാനവും ആവശ്യമാണ്. അത് നമുക്ക് കൂടുതൽ ശക്തി പകരും എന്നാണ് ആദ്യമേ തന്നെ നമുക്ക് ഈ പാഠഭാഗം നൽകുന്ന മുഖ്യ സന്ദേശം. ഇനിയും അടുത്തതായി നമ്മുടെ ഈ പാഠഭാഗത്ത് ഒരു മനഃപ്പാഠവാക്യം നൽകിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി 17:21. പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങി പോകുകയില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്ന് ഈ മനഃപ്പാഠവാക്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഏത് കാര്യവും നമുക്ക് സാധ്യമാകും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രിയ കുഞ്ഞുങ്ങളെ, ഇനിയും നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലോട്ട് കടക്കാം. പാഠഭാഗത്തിലോട്ട് കടക്കുമ്പോൾ നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിട്ടുണ്ട്, അല്ലേ? ഈ സമയത്ത് നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ കൂട്ടുകാർ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ പല കാര്യങ്ങൾക്കായിട്ട് വിളിക്കില്ലേ? ക്രിക്കറ്റ് കളിക്കുന്നതിനും സീരിയൽ കാണുന്നതിനും അങ്ങനെ പല പല കാര്യങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർ നമ്മളെ വന്ന് വിളിക്കും. ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിൽ വീണു പോകും. ചില കുട്ടികൾ എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ കർത്തവ്യം മനസ്സിലാക്കി ആ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം പ്രലോഭനങ്ങൾക്ക് വഴങ്ങുകയില്ല. എന്നാൽ നമ്മളെപ്പോലുള്ളവരെങ്ങനാ? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങളോടാ ചോദ്യം ചോദിച്ചത്. നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? പഠിക്കാനിരിക്കുമ്പോൾ കൂട്ടുകാരെ വിളിക്കുമ്പോൾ എന്തോ ചെയ്യും? ഓടിപ്പോകുവാനായിട്ട് നോക്കും, അല്ലേ? അതാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെയും പല ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാൽ ഈ ഉത്തരവാദിത്തം, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന പല സ്വാധീനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. അത്തരം പരീക്ഷകളെ നേരിട്ട് വിജയിച്ചവരാണ് ആര്? നമ്മുടെ വിശുദ്ധന്മാർ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ യേശു തമ്പുരാനും തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങും മുമ്പ് ഒരു പരീക്ഷയെ നേരിടേണ്ടി വന്നു. അതെന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ? നമുക്ക് അതെന്താണെന്ന് ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാം. ഈ ലോകത്തിൽ ജനിച്ച ദൈവപുത്രൻ തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പ് യോർദാനിൽ മാമോദിസ ഏറ്റതായി നമ്മൾ കുഞ്ഞുനാൾ മുതലേ കേട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലേ? എന്നാൽ അതിനുശേഷം യേശു മരുഭൂമിയിൽ പോയി 40 രാവും 40 പകലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും തൻ്റെ പിതാവാം ദൈവത്തോടുള്ള സംസർഗത്തിലും കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, അല്ലേ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ ഇരിക്കുമ്പോൾ എത്രമാത്രം വിശപ്പും ക്ഷീണവും ഒക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ആ തക്കം നോക്കി പിശാച് അവൻ്റെ അരികിലെത്തി. അങ്ങനെ 3 ചോദ്യങ്ങളാണ് സാത്താൻ നമ്മുടെ യേശു തമ്പുരാന്റെ മുൻപിൽ വച്ചത്. അങ്ങനെ വിശന്ന് ദാഹിച്ച് ക്ഷീണിതനായിരിക്കുന്ന നമ്മുടെ യേശു തമ്പുരാന്റെ മുമ്പിൽ വന്നിട്ട് സാത്താൻ എന്താണ് പറഞ്ഞത്? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്നാണ് സാത്താൻ ആദ്യം പറഞ്ഞത്. വിശന്നിരിക്കുന്ന നമ്മുടെ യേശു ഇത് കേൾക്കുമ്പോൾ തന്നെ അത് അനുസരിക്കുമെന്ന് കരുതി. എന്നാൽ നമ്മുടെ യേശുപുത്രനാവട്ടെ എന്താണ് അതിന് മറുപടിയായിട്ട് പറഞ്ഞത് നമുക്ക് നോക്കാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന
സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവെന്ന് നമ്മുടെ യേശുദമ്പുരാൻ മറുപടിയായിട്ട് സാത്താനോട് പറഞ്ഞു. എന്നാൽ സാത്താൻ എന്നിട്ടും പോയോ? ഇല്ല. രണ്ടാമതും നമ്മുടെ യേശുദമ്പുരാനോട് പറയുകയാണ്, മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ചുറ്റും കാണുന്ന സകല രാജ്യങ്ങളും അധികാരവും മഹത്വവും എൻ്റെ കൈവശമാണ്. അതുകൊണ്ട് എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിനക്ക് തരാം എന്ന് അവൻ പറഞ്ഞു. എന്നാൽ നമ്മുടെ യേശുദമ്പുരാൻ അവിടെയും സാത്താനോടൊരു മറുപടി പറഞ്ഞു, എൻ്റെ ദൈവത്തെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് സാത്താനെ പൂർണ്ണമായും നമ്മുടെ യേശുദമ്പുരാൻ അവിടെയും തോൽപ്പിച്ചു. എന്നാൽ സാത്താൻ പിന്നെയും വിട്ടുപോയോ? ഇല്ല. മൂന്നാമത്തെ പ്രാവശ്യവും സാത്താൻ യേശുദമ്പുരാന്റെ അടുത്ത് വന്നു. ഇതുപോലാണ് നമ്മുടെ അടുത്തും സാത്താൻ വരുന്നതല്ലേ? നമ്മൾ പള്ളിയിൽ പോകാൻ ആരാധനയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് സാത്താൻ നമ്മളോട് എന്താണ് പറയുന്നത്? നീ പോകരുത്, നീ പള്ളിയിൽ പോകണ്ടാന്ന്. എന്നാലും നമ്മളെന്താണ് അതിനെ അതിജീവിച്ച് പള്ളിയിലോട്ട് സാത്താനെ തോൽപ്പിച്ച്, നമ്മളൊക്കെ യേശുപ്പച്ചൻ്റെ മക്കളല്ലേ, അപ്പം നമ്മൾ സാത്താനെ തള്ളി മാറ്റിയിട്ട് എവിടെ പോകും? പള്ളിയിലോട്ട് പോകും അല്ലേ? അതേപോലെ നമ്മുടെ യേശുദമ്പുരാനെ ഈ സാത്താൻ യെരുശലേം ദേവാലയത്തിന് മുകളിൽ നിർത്തി, നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെ മാലാഖമാർ താങ്ങിക്കൊള്ളും എന്ന് വചനമുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ യേശുദമ്പുരാൻ അതിന് മറുപടിയായി, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് വചനത്തിലുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിശാച് തോൽവി സമ്മതിച്ച് യേശുവിനെ വിട്ടുപോയി. ഉടനെ സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങി വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ യേശുദമ്പുരാനെ സാത്താൻ എങ്ങനെ പരീക്ഷിക്കുവാനായിട്ട് വന്നത്? ദൈവവചനം ചൊല്ലിക്കൊണ്ടാണ് സാത്താൻ യേശുദമ്പുരാനെ പരീക്ഷിക്കുവാനായിട്ട് വന്നത്. എന്നാൽ നമ്മുടെ യേശുദമ്പുരാൻ അതിനെല്ലാം വചനം കൊണ്ട് തക്ക മറുപടിയും നൽകി. അപ്പോൾ എന്താണ് നമ്മൾ ഈ പാഠഭാഗം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്? ഈ സാത്താൻ നമ്മുടെ യേശുദമ്പുരാനെ പരീക്ഷിച്ചതുപോലെ നമ്മുടെയൊക്കെ അടുത്തും വരും. എന്നിട്ട് നമ്മളോട് പല കാര്യങ്ങളും പറയും, നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾ ഇത് ചെയ്യരുത് എന്നൊക്കെ. എന്നാൽ നമ്മളൊക്കെ ആരാണ്? നമ്മുടെ യേശുദമ്പുരാൻ്റെ കുഞ്ഞുമക്കളാണ്. അതുകൊണ്ട് നമ്മളും എങ്ങനെയാവണം? നമ്മുടെ യേശുദമ്പുരാനെ പോലെ വചനം കൊണ്ട് തക്ക മറുപടി കൊടുത്ത് സാത്താനെ ആട്ടിപ്പായിക്കണം. സാത്താൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? നല്ല കുട്ടികളെ വഴിതെറ്റിക്കും. സാത്താൻ ഇഷ്ടമല്ല നമ്മളാരും സന്തോഷത്തോടെ ഇരിക്കുന്നത്, നമ്മളാരും പ്രാർത്ഥിക്കുന്നത്, നമ്മളാരും പഠിക്കുന്നത്. നമ്മളെയൊക്കെ ആ സമയത്ത് ശല്യം ചെയ്യുന്നത് ആരാണ്? ഈ സാത്താനാണ്. നമ്മളെ കൊണ്ട് കള്ളം പറയിപ്പിക്കുന്നതും ഒക്കെ ഈ സാത്താനാണ്. എന്നാൽ നമ്മുടെ യേശുദമ്പുരാൻ എങ്ങനെയാണ്? നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുന്നതാണ് നമ്മുടെ യേശുദമ്പുരാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്താണ് നമ്മൾ ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കിയത്? നമ്മുടെ യേശുദമ്പുരാൻ സാത്താനെ തോൽപ്പിച്ചതുപോലെ ഏതൊക്കെ പ്രതിസന്ധി വന്നാലും എന്തൊക്കെ വന്നാലും നമ്മുടെ യേശു അപ്പച്ചനിൽ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ജീവിതവും നാം മുമ്പോട്ട് നയിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും നിശ്ചയമായിട്ടും ഒന്ന് പറഞ്ഞേ, നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും പൈശാചിക തന്ത്രങ്ങളെ ജീവിതത്തിൽ നിന്നും എന്നാളും ഞങ്ങൾ അകറ്റി നിർത്തും. ഇതാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനിയും ഈ പാഠഭാഗത്തിൽ 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. മാമോദിസ ഏറ്റുകഴിഞ്ഞ് യേശു എങ്ങോട്ടാണ് പോയത്? യേശു മരുഭൂമിയിൽ എത്ര ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു? യേശു നേരിട്ട ആദ്യത്തെ പരീക്ഷ എന്തായിരുന്നു? ഈ 3 ചോദ്യങ്ങളും നമ്മുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. എല്ലാ ആഴ്ചയും പ്രിയ കുഞ്ഞുങ്ങളോട് പറയും, ഈ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെയും നോട്ട്ബുക്കിൽ എഴുതണമെന്ന്. എത്ര കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ സങ്കടത്തോടുകൂടി ഒരു കാര്യം പറയുവാണ്, എല്ലാ ആഴ്ചയും നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്താണ് പറയുന്നത്? ഓരോരോ ആക്ടിവിറ്റി ചെയ്യുവാനായിട്ട് പറയും. പക്ഷെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും ഇതൊന്നും ചെയ്തു തരുന്നില്ല. കഴിഞ്ഞ ആഴ്ച നിർബന്ധമായും കുഞ്ഞുങ്ങളോട് പറഞ്ഞു പ്രാർത്ഥന പഠിച്ച് കേൾപ്പിക്കണമെന്ന്. പക്ഷെങ്കിൽ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇതുവരെ അത് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഈ ആഴ്ച കൂടി നിങ്ങൾക്കൊരു അവസരം നൽകുകയാണ്. അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങൾക്ക് പ്രത്യേകം ഒരു ആക്ടിവിറ്റി നൽകുന്നില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് നൽകിയ ആ പ്രാർത്ഥന നിങ്ങളെല്ലാവരും നിർബന്ധമായും നിങ്ങളോട് പറഞ്ഞതാണ്. ആ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഇതിൽ നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ടാണ് സമയം നൽകിയിരിക്കുന്നത്. ആ പ്രാർത്ഥന പഠിച്ച് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അയച്ചു തരണമെന്ന് ഒന്നുകൂടി പ്രിയ കുഞ്ഞുങ്ങളോട് ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ ആഴ്ച നിങ്ങൾക്ക് മനഃപാഠമാക്കി അതിന് കൂടി 3 ചോദ്യങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങൾ
ചാൻസുകൾ നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ തിരിച്ചെന്ത് ചെയ്യണം? അതിന് പ്രതികരിക്കണം. നിങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പാഠഭാഗം നമ്മൾ പഠിപ്പിച്ചത് കൊണ്ട് അതിനൊരു അർത്ഥമുണ്ടാവുകയുള്ളൂ, അതിനൊരു പൂർണ്ണത വരികയുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രിയ കുഞ്ഞുങ്ങളോടും ഏറ്റവും സ്നേഹത്തോടെ പറയുകയാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്ത് തീർക്കണമെന്ന്. കാരണം നമ്മളാരും സാത്താൻ്റെ മക്കളല്ല, ആണോ? സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കും, ഇതൊന്നും പഠിക്കണ്ട, ഇതൊന്നും ചെയ്യണ്ട, പ്രാർത്ഥന ചെയ്യണ്ടെന്ന്. പക്ഷെങ്കിൽ നമ്മൾ ആരാണ്? നമ്മളാരാണ്? നമ്മൾ യേശുവചന മക്കളാണ്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും അനുസരിക്കും. അപ്പം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാവരും, എല്ലാ കുഞ്ഞുങ്ങളും യേശുവചന മക്കളാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ചെയ്യും. അപ്പം എല്ലാ കുഞ്ഞുങ്ങളോടും ഏറ്റവും സ്നേഹത്തോടു കൂടി പറയുകയാണ്. ഇനി നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പാഠഭാഗം അവസാനിപ്പിക്കാം. നമ്മുടെ പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്. നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലണം. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കാൻ പ്രാർത്ഥന, നോമ്പ്, ഉപവാസം എന്നീ 3 ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.